തിരുവനന്തപുരം കോർപ്പറേഷനിൽ ഏറ്റവും വലിയ മത്സരം നടക്കുന്നത് പേട്ടയിലാണ്. CPM വിജയിച്ചാൽ മേയറാകുമെന്ന് കണക്കാക്കപ്പെടുന്ന SP ദീപകിനോട് ഏറ്റുമുട്ടുന്നത് കോൺഗ്രസിലെയും BJPയിലെയും ഏറ്റവും കരുത്തുറ്റ നേതാക്കളാണ്. മുമ്പ് CPMന്റെ കോട്ടയായിരുന്നപ്പോൾ തന്നെ ജനപ്രിയനായ അനിൽകുമാർ കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥിയായി മത്സരിക്കുമ്പോൾ BJPയുടെ ഏറ്റവും മുതിർന്ന ജനകീയ നേതാവായ അശോക് കുമാർ BJPയുടെ സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്നു. എന്ന് വെച്ചാൽ കേരളത്തിൽ തന്നെ ഏറ്റവും ശക്തമായ ത്രികോണ മത്സരം നടക്കുന്നത് പേട്ടയിലായിരിക്കും. അതേസമയം CPM നേതാവ് IP ബിനു മത്സരിക്കുന്ന കുന്നുകുഴി പോലെയുള്ള വാർഡുകളിൽ വിജയം ഉറപ്പാക്കിയാണ് CPMന്റെ മുന്നോട്ടുള്ള യാത്ര. തിരുവനന്തപുരം കോർപ്പറേഷനാണ് CPMന് ഏറ്റവും വലിയ തലവേദനയായി മാറുന്നത്. തിരുവനന്തപുരം കോർപ്പറേഷനിൽ കേവല ഭൂരിപക്ഷത്തോടെ കഴിഞ്ഞ 5 വർഷവും CPM ആണ് ഭരിച്ചത്. 2015 മുതൽ 20 വരെയുള്ള കാലഘട്ടത്തിൽ കേവല ഭൂരിപക്ഷം ഇല്ലായിരുന്നെങ്കിലും ഏറ്റവും വലിയ ഒറ്റക്കക്ഷി എന്ന നിലയിൽ ഭരണം CPMനായിരുന്നു. എന്നാൽ ഇക്കുറി തിരുവനന്തപുരം പിടിച്ചെടുക്കുക എന്ന വാശിയിൽ രാജീവ് ചന്ദ്രശേഖർ നടത്തുന്ന ഇടപെടൽ ഗുണം ചെയ്തെന്നും BJPക്ക് അനുകൂലമായ ഒരു സാഹചര്യം രൂപപ്പെട്ടിട്ടുണ്ട് എന്നുമാണ് റിപ്പോർട്ടുകൾ. KS ശബരിനാഥിനെ മേയർ സ്ഥാനാർത്ഥിയായി നിർത്തി കോൺഗ്രസ് പാർട്ടി നടത്തുന്ന ഇടപെടൽ അവരുടെ സ്ഥിതിയും മെച്ചപ്പെടുത്തും. കഴിഞ്ഞ തവണ 10 സീറ്റ് നേടിയ കോൺഗ്രസ് പാർട്ടി ഇക്കുറി 15 സീറ്റെങ്കിലും നേടുമെന്നാണ് കണക്കാക്കപ്പെടുന്നത്. കഴിഞ്ഞ തവണ 35 സീറ്റ് നേടിയ BJP ഇക്കുറി 45 സീറ്റെങ്കിലും നേടിയേക്കുമെന്ന് കണക്കാക്കപ്പെടുന്നു. CPMന് വലിയ പരാജയ ഭീതിയുണ്ട്. തിരുവനന്തപുരത്ത് BJPക്ക് മറ്റിടങ്ങളെക്കാൾ സ്വാധീനമുണ്ട് എന്നത് മാത്രമല്ല, അയ്യപ്പനെ മോഷ്ടിക്കാൻ ശ്രമിച്ചു എന്ന ആരോപണം CPM നേതാക്കൾക്ക് വീട് കയറാൻ പോലും മടിയുണ്ടാക്കുന്നു. മിക്കവരും ഭക്തരൊക്കെയാണ്. പക്ഷെ വീട് കയറുമ്പോൾ ആളുകൾ ചോദിക്കുന്നത് അയ്യപ്പനെ കുറിച്ചാണ്. അയ്യപ്പനെ കുറിച്ചുള്ള ചോദ്യങ്ങൾക്ക് ഉത്തരം പറയാൻ കഴിയാതായതുകൊണ്ട് CPM നേതാക്കൾ വീട് കയറാൻ പോലും ബുദ്ധിമുട്ടുന്നു എന്നാണ് റിപ്പോർട്ടുകൾ. അത് കേവലം തിരുവനന്തപുരത്തെ സ്ഥിതി മാത്രമല്ല, കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം സാധാരണ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് CPMനും LDFനും അനുകൂലമാണെങ്കിൽ ഇക്കുറി കാറ്റ് മാറി വീശുന്നു എന്ന റിപ്പോർട്ടുകളുണ്ട്.